ചാത്തന്നൂർ ചേംബ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ അതിഥി തൊഴിലാളികളുടെ മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരാഴ്ച മുമ്പ് വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ ക്വാറിക്ക് സമീപത്ത് ട്രാക്ടറിടിച്ച് ആസാം സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു എന്നാണ് ചാലിശ്ശേരി പോലീസ് തയ്യാറാക്കിയ 01338/26 എന്ന എഫ്ഐആറിലുള്ളത്. എന്നാൽ ഈ അപകടം ക്വാറിക്കുള്ളിലാണ് നടന്നതെന്ന് ജനകീയ സമരസമിതി ആരോപിച്ചു. വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ അങ്ങനെയൊരു വാഹനാപകടം നടന്നിട്ടില്ല. പരിസരത്ത് താമസിക്കുന്നവരാരും തന്നെ ഇങ്ങനെ ഒരു അപകടം നടന്നതായി കണ്ടിട്ടില്ല. നിരത്തിൽ അപകടത്തിന്റെ ഒരടയാളവും കാണാനുണ്ടായിരുന്നില്ല. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് അതിഥി തൊഴിലാളികളുടെ മരണം റോഡപകടമാക്കിയതെന്നും ജനകീയ സമരസമിതി ആരോപിച്ചു. കോടതി ഉത്തരവിന്റെ മറവിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറി പൂട്ടുന്നതുവരെ ജനകീയ സമരസമിതി സമരം തുടരുമെന്ന് ഭാരവാഹികളായ എം പ്രദീപ്, കെ രാമചന്ദ്രൻ, ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. എന്നുള്ള നിലയ്ക്ക് ഇതുവരെയായിട്ട് ഒരു തീരുമാനം വന്നിട്ടില്ല. അവസാനമാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ പ്രദീപ് പറഞ്ഞു ഹൈക്കോടതിയിൽ പോയിട്ടും ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് എല്ലാ നിയമങ്ങളും ക്വാറിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അവിടെ പ്രശ്നം ഇപ്പം എന്താ വെച്ചെങ്കിൽ തിരുമറ്റക്കോടിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും രണ്ടും SC കോളനി നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ SC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിന് മുമ്പ് വിളിയുണ്ടായി, ഇങ്ങനെ നമുക്ക് അതിൽ ഇടപെട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ക്വാറി നിർത്താം എന്നുള്ള പല ആളുകൾ വിളിക്കുകയുണ്ടായി ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്ത്. പക്ഷേ എല്ലാവരും ഓരോ വിളിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പം എല്ലാം തന്നെ അവരുടെ കൂടെയാണെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എന്നാലും ഇവിടെ താമസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് വരുന്നത്. കാരണം സൗണ്ട് ഒരു പ്ലാസ്റ്റിക് നടത്തുമ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള സൗണ്ടുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ലാസ്റ്റാണ് ഇപ്പോൾ തിരുമറ്റോട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് 3 ദിവസമായിട്ട് 3 വീട്ടുകളിലേക്ക് കല്ല് തെറിക്കാനുള്ള ഇടയുണ്ടായത്. അപ്പോൾ മനുഷ്യൻ ജീവന് ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ആ ക്വാറി അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അത് പൂട്ടിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. കോടതിയാണ് നമുക്ക് ഇനി സമീപിക്കാനുള്ളൂ. പല ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പോയി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ കൈമലർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശമൊക്കെ പ്രദീപ് പറഞ്ഞു. എങ്ങനെയായാലും ഈ ക്വാറി പൂട്ടുന്നതുവരെ ഞങ്ങൾ ഇനി സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതിന്. അതിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ക്വാറിയിലേക്കൊരു മാർച്ച് സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് പത്രസമ്മേളനം നമ്മൾ നടത്തിയില്ല, വളരെ പെട്ടെന്നായിരുന്നുകൊണ്ട് നടത്തിയില്ല. അതിന് ശേഷമാണ് ഒരു വിവരം അറിയാൻ ഇടയായത്. അത് 6-ാം തീയതി, 9-ാം തീയതിയാണ് ക്വാറിയിലേക്ക് മാർച്ച് നടന്നത്. 6-ാം തീയതി ക്വാറിയിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടായ വിവരം 9-ാം തീയതി മാർച്ച് നടത്തുമ്പോൾ അറിഞ്ഞിരുന്നു ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. സാധാരണ ക്വാറിയിൽ അപകടവും മരണവും ഒക്കെ സ്വാഭാവികമാണ്, അത്രേ തന്നെ അപ്പോഴും കരുതിയുള്ളൂ. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് ഈ ക്വാറിയുടെ സ്ഥലത്ത് എവിടെയാണോന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല, ക്വാറിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ക്വാറിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണോ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ റൂട്ടിൽ എന്നാണ്, പാവന്നൂർ ചാത്തന്നൂർ റൂട്ടിൽ എന്നാണ് ഈ അപകടത്തിൻ്റെ സംഭവ സ്ഥലം മാസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ FIR കോപ്പി എടുത്തു. അപ്പോൾ ഓറിയൻ്റൽ ക്വാറി പരിസരത്ത് നിന്ന് മാത്രമേ FIRലുള്ളൂ. പക്ഷെ സംഭവ സ്ഥലം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. സാധാരണ ക്വാറിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ ക്വാറി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ നിർത്തിവെക്കും. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, ഹിന്ദിക്കാരനാണ് മരിച്ചത്, ഒരു ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഡെഡ് ബോഡി എടുക്കുന്നവരെയൊക്കെ നിർത്തിവെക്കും. ഇവിടെ ഇങ്ങനൊരു അപകടം നടന്ന വിവരം ആ നാട്ടിലെ ഒരാൾ പോലും അറിഞ്ഞില്ല. ആ അപകടത്തിന് ശേഷം അവിടുത്തെ തൊഴിലാളികളായ ഹിന്ദിക്കാരുൾപ്പെടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല, റോട്ടിലേക്കോ കടയിലേക്കോ ഒന്നും വരുന്നില്ല. ഈ ക്വാറി നിർബാധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത് പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് എന്ന വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന സോഴ്സ്, അവിടുത്തെ നാട്ടിലെ സോഴ്സിൽ നിന്നൊക്കെ മനസ്സിലായത് ക്വാറിക്കകത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ജാക്കി ജാമർ ഉള്ള ട്രാക്ടർ ബാക്കിലേക്ക് ഇറങ്ങി വന്നാണ് 3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉന്നതാധികാരികൾ പോലീസിലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം, യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. എവിടെയാണെന്ന് വെച്ചാൽ അത് കൃത്യമായി പുറത്തു കൊണ്ടുവരണം. ക്വാറിയിലെ ചിലപ്പോൾ ഒരു ദിവസം അടച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. എന്ത് തന്നെ ആയാലും ഇതിനകത്തൊരു ദുരൂഹത ജനകീയ സമരസമിതിക്ക് ആരോപിക്കാനുണ്ട്.
അതുകൊണ്ട് തന്നെ വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. എവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്ന് പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് വിശദീകരിക്കാനാണ് ഇന്ന് കൂടുന്നത്. ഇന്നത്തെ പത്രസമ്മേളനം